അതിനുശേഷമാണ് ലോകത്ത് വലിയ 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 സാമൂഹ്യ ചിന്തകന്മാരുണ്ടായത്. അതിനുശേഷമാണല്ലോ സമത്വവാദത്തിന് വേണ്ടിയുള്ള ഭരണഘടനകൾ ഉണ്ടായത്. അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ജന്മമെടുത്ത കാലത്ത് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സിദ്ധാന്തം. നമസ്കാരം. ഇക്കുറി തൃശൂരിൽ മത്സരിക്കാൻ താൻ ഇല്ല എന്ന് തന്നെയാണ് ടി.എൻ. പ്രതാപൻ വ്യക്തമാക്കിയത്. തൃശൂരിലെ നിലവിലെ MP ആണ് ടി.എൻ. പ്രതാപൻ. എന്നാൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ച് 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയ സാഹചര്യത്തിൽ ഇക്കുറി BJPയോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പ്രതാപന് വിജയം സുസാധ്യമാകില്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് പ്രതാപൻ ഇത്തരത്തിൽ ഒരു അഭിപ്രായം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് മറ്റൊരു വശം കൂടി പറയുന്നു. ഏതെങ്കിലും കാരണവശാൽ തൃശൂരിൽ നിന്നും പ്രതാപൻ ജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയാലും അവിടെയും യാതൊരു തരത്തിലും രക്ഷയില്ല. കാരണം അവിടെയും ഇനിയും 3ാം വട്ടം ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി തന്നെ ആയിരിക്കും എന്നുള്ള തെരഞ്ഞെടുപ്പ് ഗവേഷകരുടെ അഭിപ്രായങ്ങളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് പ്രതാപനും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കാലേക്കുട്ടി പ്രതാപൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ പറഞ്ഞത്, ഞാൻ ഇനി മത്സരിക്കാൻ ഇല്ല. പക്ഷേ ഇതിലൊരു മറ്റൊരു തന്ത്രം കൂടി പ്രതാപൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്ക് മത്സരിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് മന്ത്രിയാകുക എന്നുള്ളതാണ് പ്രതാപന്റെ മനസ്സിലിരിപ്പ്. കാരണം ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം കൈവരിക്കാനാകും എന്നാണ് ചില നിരീക്ഷകരുടെ അഭിപ്രായം. ഇത് മനസ്സിലാക്കി തന്നെയാണ് മറ്റാരേക്കാൾ നന്നായി രാഷ്ട്രീയം എന്താണ് എന്നറിയാവുന്ന, അല്ലെങ്കിൽ ഏതേത് വിഭാഗങ്ങളെ തങ്ങളോടൊപ്പം കൂടി നിർത്തിക്കഴിഞ്ഞാൽ തനിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, ഏത് മതവിഭാഗങ്ങളെ മാറ്റി നിർത്തണം, ഏത് മതവിഭാഗങ്ങളെ അടുത്ത് നിർത്തണം എന്നുള്ളത് ടി.എം. പ്രതാപനെ പോലെ മറ്റുള്ള ആർക്കും രാഷ്ട്രീയത്തിൽ അറിയില്ല എന്ന് തന്നെയാണ് പരക്കെ കേൾക്കുന്ന ഒരു കിംവദന്തി. അതെന്ത് തന്നെയായാലും ടി.എൻ. പ്രതാപൻ വ്യക്തമാക്കിയിരിക്കുന്നു, എന്നെ തൃശ്ശൂരിലേക്ക് പരിഗണിക്കേണ്ടതില്ല, ഞാൻ മത്സരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നിലവിലുള്ള സീറ്റുകളിൽ മത്സരിച്ച് ജയിച്ചിരിക്കുന്ന MP-മാർ സീറ്റുകളിൽ തന്നെ വീണ്ടും മത്സരിക്കണം, പരമാവധി സീറ്റുകൾ നേടണം എന്ന രാഹുൽ ഗാന്ധിയുടെ ആജ്ഞ ധിക്കരിക്കുവാൻ പ്രതാപന് സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഇക്കുറിയും പ്രതാപൻ മത്സരിക്കാൻ ഉറച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. പക്ഷേ ഇക്കുറി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ വിജയ സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൈസ്തവ സമൂഹം BJPയോട് അടുക്കുന്നതും തൃശ്ശൂരിൽ ആബാലവൃദ്ധ ജനങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഒരു അഭിപ്രായം പറയുന്നതുമെല്ലാം പ്രതാപനെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി BJP ടിക്കറ്റിൽ മത്സരിച്ച് തോറ്റെങ്കിലും അദ്ദേഹത്തിന് 3 ലക്ഷം വോട്ടായിരുന്നു കിട്ടിയത്. 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇതിന്റെ നേർപകുതി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത. 6% നിന്ന് BJPയുടെ വോട്ട് ശതമാനം തൃശൂർ മണ്ഡലത്തിൽ 28% കഴിഞ്ഞപ്പോൾ അതും സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതായി കാണാം. മോദിയുടെയും അമിത്ഷായുടെയും കേരളത്തിലേക്കുള്ള വരവും അവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായി, അഥവാ സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്രകടനങ്ങളും പ്രതാപന് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം പ്രതാപൻ ഒരു പ്രത്യേക മതവിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തന്നെയാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാണ് കോൺഗ്രസിനകത്ത് നിന്ന് പോലും പലപ്പോഴും അഭിപ്രായങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് പ്രതാപന്റെ പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഒരിക്കൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി, ഇന്ത്യൻ ഭരണഘടനയെക്കാളും അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ശരീഅത്ത് ഭരണഘടനയാണ്, ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമതയെക്കുറിച്ച് പറയുന്നത് ഖുറാനാണ്, സക്കാത്തിനെ കുറിച്ച് പറയുന്നത് ഖുറാനാണ്, സമതയെക്കുറിച്ച് ഈ ലോകത്തിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കണം, എല്ലാവരും ഒരുപോലെ സുഖത്തോടുകൂടി കഴിയണം എന്ന് പറയുന്നത് ഖുറാൻ ആണ് എന്നാണ് ഒരു പ്രസംഗത്തിൽ ടി.എൻ. പ്രതാപൻ പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയേക്കാൾ മികച്ച ഭരണഘടന തന്നെയാണ് ഖുറാനിൽ വിശേഷിപ്പിക്കുന്ന ഇസ്ലാമിക ചര്യകൾ എന്ന് തന്നെയാണ് പ്രതാപൻ വ്യക്തമാക്കിയത്. ഇത്തരത്തിലുള്ള ഒരാൾ ഒരു മതവിഭാഗീയ ചിന്താഗതിയോട് കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഒരു ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയേക്കാൾ ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയെ മറ്റെന്തിനേക്കാൾ ചെറുതായ രീതിയിൽ താരതമ്യം ചെയ്ത് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ എങ്ങനെയാണ് ഇനി തങ്ങളുടെ കൂടി പ്രതിനിധിയായി പാർലമെന്റിലേക്ക് അയക്കുക എന്ന് തന്നെയാണ് തൃശ്ശൂർക്കാർ ഇപ്പോൾ പലരും സംശയരൂപേണ ചോദിക്കുന്നത്. മറ്റൊരവസരത്തിൽ അദ്ദേഹം സമതയുടെ കാര്യം പറയുകയുണ്ടായി.
ലോകത്തെവിടെ കാണുന്നതിലും കൂടുതൽ സമതയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഭാരതത്തിന്റെ അദ്വൈത സിദ്ധാന്തത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിച്ചത് എന്ന് തോന്നുന്നു. തത്വമസി എന്ന് പറഞ്ഞതിന്റെ തത്വം അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ അഹം ബ്രഹ്മാസ്മി ഇതിന്റെ പൊരുൾ എന്താണെന്ന് ഒരുപക്ഷെ TN പ്രതാപന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം അദ്ദേഹം ഖുർആനെ ഇത്തരത്തിൽ ഉദ്ധരിച്ച് സംസാരിച്ചത്. ഒരു മതഗ്രന്ഥം എന്ന രീതിയിൽ ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട ഒരു വിശുദ്ധമായ ഗ്രന്ഥം തന്നെയാണ് ഖുർആൻ. ഒരു തരത്തിലും അതിന് യാതൊരു ആക്ഷേപവും. പക്ഷേ താൻ മനസ്സിലാക്കിയെടുത്തോളം ഇതാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ ഭാരതത്തിലുള്ള തത്വങ്ങളെയും സാരങ്ങളെയും പ്രതാപൻ വിസ്മരിക്കുന്നു എന്ന് തന്നെയാണ് ഒരു ദിക്കിൽ നിന്നും ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാരതീയ ഇതിഹാസ പുരാണങ്ങളോ വേദശാസ്ത്രങ്ങളോ മറന്നുകൊണ്ട് തന്നെയാണ് പ്രതാപൻ ഇത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പൊതുപ്രവർത്തകരും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രതാപൻ വലിയ വലിയ പദാവലികൾ നിർത്തിക്കൊണ്ട് ഘോരഘോരമായി തന്നെ ഖുർആനെയും ശരീഅത്ത് നിയമങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നു. ഈ പ്രസംഗം തന്നെ ഇപ്പോൾ പലരും ഉയർത്തിക്കാണിച്ച് പ്രതാപന്റെ തൃശ്ശൂരിലെ വിജയ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് മാത്രം ലക്ഷ്യമാക്കി അവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രതാപൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പൊതുവേദിയിൽ വിളിച്ചു പറയുന്നത് എന്നാണ് കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെയുള്ള ഒരു സംസാരം. എന്തായാലും ഇന്ത്യൻ ഭരണഘടനയേക്കാൾ മികച്ച ഒരു ഭരണഘടന ഖുർആൻ വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രതാപൻ പ്രസംഗിച്ച ആ വിഷയം, ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ള ഒരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എന്റേതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഞാൻ അറിയുന്ന ഇസ്ലാം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം. എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏകദൈവം എന്ന് ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട്, ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിനടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന, ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന, ആരാധനയിൽ സമത്വം നൽകുന്ന അത്തരത്തിലുള്ള ഒരു വിശ്വാസം, അത് ദരിദ്രനാണോ ധനികനാണോ, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കറുത്തവനാണോ വെളുത്തവനാണോ, അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്തറിന്റെ സുഗന്ധമില്ലാത്തവനാണോ, അവൻ ഷർട്ട് ഇട്ടവനാണോ അല്ലെങ്കിൽ പാന്റ് ഇട്ടവനാണോ, മുണ്ടുടുത്തവനാണോ പാന്റ് ഇട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി, ഏകദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് തുടങ്ങി, ഏകദൈവത്തിൽ തുടങ്ങി, ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ ഖുർആൻ പിന്നീട് ലോകത്തിന് അരുൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ഒരാളെ ഇസ്ലാമിനെ സ്നേഹിക്കാനും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ അറിയാനും വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, ആധുനിക മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ വെപ്പ്. ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, വോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത്. ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മമെടുക്കുന്നത് മുതൽ പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ഇസ്ലാമിനെ അന്വേഷിച്ച് യാത്ര ചെയ്യാനും ഇടയായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം മുതൽ ഭൗതിക ലോകത്തെ ജീവിതത്തിന്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ രീതികളും, അവന് ഭക്ഷണം മാത്രമല്ല, ആഹാരം മാത്രമല്ല, അവൻ അനുഷ്ഠിക്കേണ്ടി വരുന്ന ഭൗതികമായ മുഴുവൻ ജീവിതങ്ങളും ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശത്താൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ ഭൗതികമായ ഭരണഘടന. ആത്മീയമായ അതിനോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിന് ശേഷം
ഒരു മനുഷ്യന് ഉള്ള ജീവിതം, യഥാർത്ഥ ജീവിതം എവിടെയാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഭൗതിക ജീവിതം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ ഉത്ഭവം മുതൽ അവന് ആ തൊട്ട് സെഡ് വരെ എന്നുള്ള വാചകം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതുവരെയുള്ള ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതചര്യകളെയും ചൂണ്ടിക്കാണിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന്റെ ആദ്യത്തെ സൃഷ്ടിപരമായ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് കൊണ്ട് ആ വിശുദ്ധ ഖുർആനെ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ ഒരു വിശ്വാസിക്ക്, ഒരു ശരിയായ ഒരു ദീനിൽ വിശ്വാസിക്ക് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പൂർണ്ണമായും മറ്റെന്തിനേക്കാളും അതീതമാണ്, ദൈവനിശ്ചയമായ വഴികളിലൂടെയാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം. നമ്മളൊക്കെ ഈ ലോകത്ത് സോഷ്യലിസം പറയുന്നവരുണ്ട്, മാർക്സിസം പറയുന്നവരുണ്ട്, ഗാന്ധിസം പറയുന്നവരുണ്ട്. ആധുനിക ലോകത്ത് സോഷ്യലിസവും മാർക്സിസവും ഗാന്ധിസവും ഒക്കെ പറയുന്ന ലോകത്ത് സമത്വവാദം പറയുന്ന ലോകമാണ്. അതിനുവേണ്ടിയാണ് കോടതികളും പാർലമെന്റുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ ലോകത്ത് എവിടെയും ഉള്ളത്. പക്ഷെ അതിന് മുൻപ് തന്നെ, അതെല്ലാം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യന്റെ മുന്നിൽ ആദ്യമായി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കപ്പെടുന്ന സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായും നിഷ്ഠയുണ്ടാക്കി. സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്ന് പഠിപ്പിച്ച, ദാനം ഉപദ്രവത്തിന്റെ 7 കവാടങ്ങൾ അടയ്ക്കും, ദാനം ഉപദ്രവത്തിന്റെ 7 കവാടങ്ങൾ അടക്കും എന്ന് പഠിപ്പിച്ച, സക്കാത്ത് തടഞ്ഞ കാരണം കൊണ്ടല്ലാതെ കടലിലും കരയിലും ഒരു സമ്പത്തും നശിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ച, ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യന് കൂടി നാളത്തെ മനുഷ്യന് കൂടി വിഭാവനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ കൂടിയാണ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. വേറെ ഈ ലോകത്ത് അതിനുശേഷമാണല്ലോ കാറൽ മാർക്സും ആംഗൽസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വന്നത്. അതിനുശേഷമാണ് ലോകത്ത് വലിയ 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 സാമൂഹ്യ ചിന്തകന്മാരുണ്ടായത്. അതിനുശേഷമാണല്ലോ സമത്വവാദത്തിന് വേണ്ടിയുള്ള ഭരണഘടനകൾ ഉണ്ടായത്. അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ജന്മമെടുത്ത കാലത്ത് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സിദ്ധാന്തം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തിരിക്കണം. അത് ഔദാര്യമല്ല, അത് കിട്ടുന്നവന്റെ അവകാശമാണ്. അത് കൊടുക്കാത്തവന് എന്റെ അനുചരനല്ല എന്ന് പഠിപ്പിക്കാൻ കാണിച്ച വിശുദ്ധ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സമത്വവാദ സിദ്ധാന്തമാണ് എന്നെ പോലുള്ള ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ഈ ലോകം ഇന്നും ദാരിദ്ര്യത്തിന്റെ ലോകമാണ്. ഇന്നും ലോകം വിശപ്പിന്റെ ലോകമാണ്. ആ വിശപ്പിന്റെ ലോകത്തിന് മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിലൂടെ നോമ്പെടുക്കുന്നതിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരനല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അയൽവാസിക്ക് തന്നെ നിർവചനം കൊടുത്തു. നമ്മളൊക്കെ ധരിക്കും അയൽവാസി എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസി വേണമെങ്കിൽ മുഹമ്മദ് ആവാം, എന്റെ അയൽവാസി വേണമെങ്കിൽ റുക്കിയാവാം, എന്റെ അയൽവാസി വേണമെങ്കിൽ നജീബാകാം, എന്റെ അയൽവാസി വേണമെങ്കിൽ നാസറാവാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഹേ മനുഷ്യ എന്ന സംബോധനയോടുകൂടി ലോകത്തിന് മുന്നിൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ പറയുന്നു, അയൽവാസി എന്നാൽ നിന്റെ വീടിന്റെ 4 ഭാഗങ്ങളിലുള്ള 40 വീട്ടുകാരാണ് അയൽവാസി എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് 160 അയൽവാസി ഉണ്ടാകും. നിന്റെ വീടിന് ചുറ്റുവട്ടത്തുമുള്ള 4 ഭാഗത്തുമുള്ള 40 അയൽവാസി എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദീനിൽ വിശ്വാസികളായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അയൽവാസികളായി പട്ടിണിയിരിക്കുന്നവൻ 4 ഭാഗത്തുമായി 40 വീട്ടുകാരുണ്ടെങ്കിൽ 160 വീട്ടുകാരൻ അവൻ പട്ടിണിയിരിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരനല്ല, അനുയായിയല്ലെന്ന് പഠിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ വിശപ്പിന്റെ സങ്കടം, ഒരു മനുഷ്യന്റെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും യഥാർത്ഥ ഉത്തരം കാണിച്ചു കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ധർമാധിഷ്ഠിതമായ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ട വിശ്വാസമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാമിനെ അറിയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം. ഇന്ന് നമ്മളൊക്കെ മാറി, നമ്മൾ പലരും മാറി.
ഈ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ അയൽവാസി പട്ടിണിയിരിക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുചരനല്ല എന്ന് ബോധ്യമായാൽ ഇന്ന് കാണുന്ന ഒരു ആർഭാടങ്ങളും നടക്കില്ല. ഇന്ന് കാണുന്ന ഒരു തന്റെ അയൽപക്കത്ത് വിശന്ന് പട്ടിണിയിരിക്കുന്നവനുള്ളപ്പോഴും തന്റെ അയൽപക്കത്ത് 40 വയസ്സായി വിവാഹം കഴിക്കാത്ത സഹോദരി ഉള്ളപ്പോഴും എന്റെ മകളെ കല്യാണം കഴിക്കുമ്പോ 250 പവന്റെ സ്വർണവും ഏറ്റവും നല്ല BMW കാറും 25,000 പേർക്ക് ഏറ്റവും നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് ആർഭാടപൂർവമായ ജീവിതചര്യ നടത്തുന്ന ആളുകൾക്ക് കൂടി വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നു. നിന്റെ അയൽവാസി പട്ടിണി ഇരിക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ അനുചരനല്ല എന്ന് പഠിപ്പിച്ചത്. ആ വിശ്വാസം ലോകത്തിൽ ഇതുപോലെ മനുഷ്യന്റെ മുന്നിലേക്ക് ഹേ മനുഷ്യ എന്ന വിശുദ്ധ ഖുർആന്റെ സംബോധനയുടെ സമത്വവാദം ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റാം? ഒരുപക്ഷെ വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ നമ്മുടെ പ്രകൃതി സംരക്ഷണം. വിശുദ്ധ ഖുർആൻ 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് ജന്മമെടുത്തപ്പോൾ തന്നെ പ്രകൃതിയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. കസ്തൂരി രംഗനും ഗാഡ്ഗിലും ഒക്കെ വന്നതിന്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോ നമ്മളെല്ലാത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്ക് പ്രകൃതി മണ്ണ് വേണോ, ജലം വേണോ, വായു വേണോ, മരങ്ങൾ വേണോ, ജീവജാലങ്ങൾ വേണോ എന്നൊന്നും നമുക്ക് ചിന്തയില്ല. ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വഴിയൊരുക്കി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും അവസാനമാണല്ലോ ദൈവം പടച്ചവൻ സാക്ഷാൽ അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത്. പടച്ചോൻ നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കാൻ എല്ലാ പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളുടെയും കലവറ നമുക്ക് നൽകിയിട്ടുണ്ടായി. വിശുദ്ധ ഖുർആൻ അത് തിരിച്ചറിഞ്ഞു, പ്രവാചകനിലൂടെ അത് തിരിച്ചറിഞ്ഞു. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ജലം നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒതു എടുക്കേണ്ടി വരും. ആ നിസ്കരിക്കുമ്പോൾ ഒതു എടുക്കുന്നത് ജലമാണല്ലോ. ആ ജലത്തെ കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കടലിൽ നിന്ന് ഒതു എടുക്കുകയാണെങ്കിൽ പോലും അതിൽ മിതത്വം പാലിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കടലിൽ എത്ര വേണമെങ്കിൽ ഭൂമിയേക്കാളേറെ പരപ്പുള്ള ഈ ലോകത്തിന് വിസ്തൃതിയുള്ള കടലിൽ ആ ഒരു കടൽക്കരയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഒതുവെടുക്കാം. ഒതുവെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയും തൃപ്തിയായില്ല, ഇനിയും വേണമെങ്കിൽ കൈയും കാലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഒതുവെടുത്ത് കഴുകാം. പക്ഷെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ 1448 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നു, കടലിൽ നിന്നും ഒതുവെടുക്കുകയാണെങ്കിൽ പോലും അതിൽ മിതത്വം പാലിക്കണം. എന്തുകൊണ്ട്? പ്രകൃതിയിൽ മിതത്വം പാലിച്ചവൻ ബുദ്ധിമുട്ടുകയില്ല എന്ന് പഠിപ്പിക്കുകയുണ്ടായി.